ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഛാന്ദോഗ്യ ഉപനിഷത്തിൽ 8-ാം അധ്യായത്തിൽ 12-ാം ഖണ്ഡത്തിൽ 2 മന്ത്രങ്ങൾ കഴിഞ്ഞു. 3-ാം മന്ത്രത്തിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു. ഭാഷ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 2-ാം മന്ത്രത്തിൽ വായു അശരീരനാണ്, മേഘമാകട്ടെ മിന്നൽ പിണരാവട്ടെ ഇടിയുടെ ധ്വനിയാവട്ടെ ഇതെല്ലാം അപ്രകാരം തന്നെയാണ്. വെച്ചാൽ അശരീരങ്ങളാണ്. അവ എല്ലാം ഈ ആകാശത്തിൽ നിന്നുയർന്ന് സമുത്ഥാനം ചെയ്ത് പരമമായ ജ്യോതിസിനെ പ്രാപിച്ച് സ്വേന രൂപേണ അഭിനിഷ്പദ്യന്തേ, സ്വരൂപത്തിൽ നിഷ്പന്നങ്ങളാകുന്നു. എന്നുവെച്ചാൽ വിശിഷ്ടങ്ങളായ ഭാവങ്ങളെ മാറ്റി വായു, വിദ്യുത്ത്, മേഘം തുടങ്ങിയ ഭാവങ്ങളെ മാറ്റി തൻ്റെ പരമമായ ജ്യോതി സ്വരൂപത്തിൽ ഏകീഭവിക്കുന്നു. ഇതേപോലെ ഏവമേവൈഷ സംപ്രസാദോ അസ്മാത് ശരീരാ സമുത്ഥായ പരം ജ്യോതിരുപസമ്പദ്യ സ്വേന രൂപേണാഭിനിഷ്പദ്യതേ. സ ഉത്തമപുരുഷഃ സ തത്ര പര്യേതി ജക്ഷത് ക്രീഡൻ രമമാണ സ്ത്രീഭിർവാ യാനൈർവാ ജ്ഞാതിഭിർവാ നോപജനം സ്മരൻ ഇദം ശരീരം സ യഥാ പ്രയോഗ്യ ആചരണേ യുക്തഃ ഏവമേവ അയമസ്മിൻ ശരീരേ പ്രാണോ യുക്തഃ. ഇതേപോലെ ഈ സംപ്രസാദൻ, ഈ ജീവഭാവം യാതൊന്ന് സുഷുപ്തിയിൽ സമ്യക് പ്രസന്നമായി സകല വിഷയവൃത്തികളെയും അതിക്രമിച്ച് തന്നിൽ തന്നെ പ്രസന്നഭാവത്തിൽ ഒതുങ്ങുന്ന യാതൊന്നുണ്ടോ? അതാണ് സംപ്രസാദം. സമ്യക് പ്രസന്നതയെ പ്രാപിച്ച ആ സംപ്രസാദനം നമ്മൾ അനുസന്ധാനം ചെയ്തത് സുഷുപ്തിയിലാണ്. സുഷുപ്തിസ്ഥമായി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. സുഷുപ്തിസ്ഥമായിട്ടാണ് സംപ്രസാദനെ അനുസന്ധാനം ചെയ്തത്. ഈ സംപ്രസാദൻ, ഈ ജീവാത്മാ അസ്മാത് ശരീരാ സമുത്ഥായ, ഈ ശരീരത്തിൽ നിന്ന് ഉയർന്ന് പരം ജ്യോതിസിനെ പ്രാപിക്കുന്നു. ദേഹപരിമിതി അതിക്രമിച്ച് താൻ പരമാത്മാവ് തന്നെ എന്ന ആ ജ്യോതി സ്വരൂപത്തിൽ ഏകീഭവിക്കുന്നു. അവൻ ഉത്തമ പുരുഷനാകുന്നു. അവൻ ചിരിക്കുന്നു, കളിക്കുന്നു,
സ്ത്രീകളെക്കൊണ്ടും യാനങ്ങളെക്കൊണ്ടും ബന്ധുജനങ്ങളെക്കൊണ്ടുമൊക്കെ രമിക്കുന്നു. തൻ്റെ ശരീരാദിസംഘാതത്തെ യാതൊരു തരത്തിലും സ്മരിക്കാതെ എല്ലായിടത്തും വിചരണം ചെയ്യുന്നു, എല്ലായിടത്തും സഞ്ചരിക്കുന്നു, എല്ലായിടത്തും വ്യാപിക്കുന്നു, ആനന്ദിക്കുന്നു. വണ്ടിയിൽ പൂട്ടിയ കാള എപ്രകാരമാണോ പ്രായോഗികമായിട്ട് പ്രയോഗിക്കപ്പെടുന്നതായിട്ട് അതുപോലെ ഈ ശരീരത്തെ പ്രാണൻ വലിച്ചു കൊണ്ടുപോകും. അതിനോടൊരു താതാത്മ്യവുമില്ലാതെ ഈ സമ്പ്രസാദ ഭാവം നിലനിൽക്കുന്നു. നമ്മൾ ഇത്രയും നേരം സുദീർഘമായി വിചാരം ചെയ്തതിൻ്റെ ഏകദേശ ഉപസംഹാര സന്ദർഭം എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് വീണ്ടും ചർച്ചയ്ക്ക് വെക്കണമെങ്കിൽ ആദ്യമേ പഠിക്കേണ്ടി വരും മന്ത്രാനുമന്ത്രം. അതിനിപ്പോൾ എന്തായാലും പുറപ്പെടുന്നില്ല. ഇതിൻ്റെ ഭാഷ്യത്തിലേക്കാണ് നേരെ കടക്കുന്നത്. പുതുതായിട്ട് വന്നവർക്ക് ഒരു വസ്തു മനസ്സിലാവില്ല, അത് സാരമില്ല, പതുക്കെ പതുക്കെ അങ്ങനെയാണ് മനസ്സിലാവുക. എന്നാൽ പഴയതൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കലേ ഉണ്ടാവുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റില്ല. നോക്കൂ, വായുവാദീനാം ആകാശാദി സാമ്യഗമനാത് അവിദ്യയ സംസാരാവസ്ഥായാം ശരീരസാമ്യമാപന്നഃ അഹം അമുഷ്യപുത്രഃ ജാതഃ ജീർണഃ മരിഷ്യേ ഇത്യേവം പ്രകാരം പ്രജാപതിന ഇവ മഘവാൻ യഥോക്തേന ക്രമേണ ന അസിത്വം ദേഹേന്ദ്രിയാദിധർമ്മ തത്വമസീതി പ്രതിബോധിതഃ സൻ സ ഏഷ സംപ്രസാദഃ ജീവഃ അസ്മാത് ശരീരാത് ആകാശാദിവ വായുവാദയഃ സമുത്ഥായ ദേഹാദിവിലക്ഷണം ആത്മനഃ രൂപം അവഗമ്യ ദേഹാത്മഭാവനാം ഹിത്വാ ഇത്യേതത് സ്വേന രൂപേണ സദാത്മന ഏവ അഭിനിഷ്പദ്യതേ ഇതി വ്യാഖ്യാതം പുരസ്താത്. സ ഏന സ്വേന രൂപേണ സംപ്രസാദഃ അഭിനിഷ്പദ്യതേ പ്രാക് പ്രതിബോധാത് തത് ഭ്രാന്തിനിമിത്താത് സർപ്പോ ഭവതി യഥാ രജ്ജുഃ പശ്ചാത് കൃതപ്രകാശഃ രജ്ജ്വാത്മനാ സ്വേന രൂപേണ അഭിനിഷ്പദ്യത്തെ ഏവം ച സഹ ഉത്തമപുരുഷഃ ഉത്തമശ്ചാസൗ പുരുഷശ്ചേതി ഉത്തമപുരുഷഃ സ ഏവ ഉത്തമപുരുഷഃ അക്ഷിസ്വപ്നപുരുഷൗ വ്യക്താവ്യക്തശ്ച സുഷുപ്തഃ സമസ്തഃ സംപ്രസന്നഃ അശരീരശ്ച സ്വേന രൂപേണ ഇതി യേഷാമേവ സ്വേന രൂപേണ അവസ്ഥിതഃ ക്ഷരാക്ഷരൗ വ്യാകൃത അവ്യാകൃതൗ അപേക്ഷ്യ ഉത്തമപുരുഷഃ കൃതനിർവചനഃ ഹി അയം ഗീതാസു. സ സംപ്രസാദഃ സ്വേന രൂപേണ തത്ര സ്വാത്മനി സ്വസ്ഥതയാ സർവാത്മഭൂതഃ പര്യേതി ക്വചിത് ഇന്ദ്രാദ്യാത്മന ജക്ഷത് ഹസൻ ഭക്ഷയൻ വാ ഭക്ഷ്യാൻ ഉച്ചാപജാൻ ഈപ്സിതാൻ ക്വചിത് മനോമാത്രൈഃ സങ്കൽപ്പാദേവ സമുത്ഥിതൈഃ ബ്രാഹ്മലൗകികൈഃ വാ ക്രീഡൻ സ്ത്രീയാദിഭിः രമമാണഃ മനസാ ഏവ ന ഉപജനം സ്ത്രീപുംസയോः അന്യോന്യോപഗമേന ജായതേ ഇതി ഉപജനം ആത്മഭാവേന വാ ആത്മസാമീപ്യേന ജായതേ ഇതി ഉപജനം ഇദം ശരീരം തത് ന സ്മരൻ തസ്മരണേ ഹി ദുഃഖമേവ സ്യാത് ദുഃഖാത്മകത്വാത് തസ്യ. നോക്കൂ, വായുവാദീനാം ആകാശാദി സാമ്യഗമനവത് അവിദ്യയാ സംസാരാവസ്ഥായാം ശരീരസാമ്യം ആപന്നഃ അഹം അമുഷ്യപുത്രഃ ജാതഃ ജീർണഃ മരിഷ്യേ
ഇത്യേവം പ്രകാരം പ്രജാപതിന ഇവ മഘവാൻ യഥോക്തേന ക്രമേണ നാസിത്വം ദേഹേന്ദ്രിയാദിധർമ്മ തത്വമസി ഇതി പ്രതിബോധിതഃ സൻ സ ഏഷ സംപ്രസാദഃ ജീവഃ അസ്മാത് ശരീരാത് ആകാശാദ് ഇവ വായുവാദയഃ സമുത്ഥായ ദേഹാദിവിലക്ഷണം ആത്മനഃ രൂപം അവഗമ്യ ദേഹാത്മഭാവനാം ഹിത്വാ ഇത്യേതത് സ്വേന രൂപേണ സദാത്മനാ ഏവ അഭിനിഷ്പദ്യതേ ഇതി വ്യാഖ്യാതം പുരസ്താത്. അപ്പോൾ വായുവാദീനാം ആകാശാദി സാമ്യഗമനവത്, വായുവാദികളുടെ ആകാശ സമഭാവപ്രാപ്തി പോലെ. കഴിഞ്ഞ മന്ത്രം ഓർമ്മിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വായു, മേഘം, മിന്നൽപ്പിണർ, ഇടിയുടെ ശബ്ദം എന്നിവ ആകാശത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്ത് വ്യതിരിക്തമായ രൂപത്തെ പ്രാപിച്ച് പിന്നെ അത് സ്വയം അതിൽ തന്നെ വിലയിച്ചില്ലാതാകുന്നു, സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ മധ്യകാലത്തിലൊരല്പസമയമാണ് ഈ മേഘം, മിന്നൽ, വായു, ഇടിയുടെ ശബ്ദം എന്നീ രൂപങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ സ്വരൂപത്തിൽ തന്നെ വീണ്ടും പ്രാപിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എന്താണ്? അവിദ്യയാ സംസാരാവസ്ഥായാം ശരീര സാമ്യമാപന്നഃ. അവിദ്യയാൽ സംസാരാവസ്ഥയിൽ, അവിദ്യയാൽ സംസാരാവസ്ഥ ഉണ്ടായി. ജനന മരണങ്ങളുടെ പൗനപുണ്യമാണ് സംസാരം. അപ്പം സംസാരാവസ്ഥ ഉണ്ടായി. ആ സംസാരാവസ്ഥയിൽ എന്തേ? ശരീരസാമ്യമാപന്ന, ശരീരവുമായി സമഭാവത്തെ പ്രാപിച്ചു. ഞാൻ ഈ ശരീരം തന്നെ എന്നുറപ്പിച്ചു, ഇത് തന്നെ ഞാൻ എന്നുറപ്പിച്ചു. അപ്പോഴോ അഹം അമുഷ്യപുത്ര, ഞാൻ ഇന്നാളുടെ മകനാണ്, മകളാണ് എന്നൊക്കെ ഉറപ്പിച്ചു. അതൊന്നും സംശയം ആർക്കുമില്ല അല്ലേ? അത് ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നാളുടെ, എൻ്റെ അച്ഛൻ ഇന്നാളാണ്. അല്ല എന്ന് പറയുമ്പോഴത്തെ ദേഷ്യം പിടിക്കും. ഇല്ല, ഈ കൂട്ടത്തിലിരിക്കുന്ന ആളോട് നിൻ്റെ അച്ഛൻ ഇന്നാളല്ലടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തല്ലുകൊള്ളില്ല. അത്ര നമ്മൾ ഉറച്ചിരിക്കുക. ആ മനുഷ്യപുത്ര തന്നെ അതിൽ തന്നെ ഒതുക്കിയിരിക്കുക. ഈ നീളം, ഉയരം, വർണ്ണം, അത് ഇത് ഒക്കെ അതിനോട് നമ്മൾ ചേർന്നിരിക്കുക, താതാത്മ്യപ്പെട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്നവൻ ജാതഹ, ഞാൻ ജനിച്ചവനാണ്, ഒരു സംശയമില്ല. ജീർണഹ, അയ്യോ ജീർണിച്ചു പോയല്ലോ എൻ്റെ ശരീരമൊക്കെ, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ദേഹം. ഇപ്പോൾ ജര വന്നു, ജീർണിച്ചു പോയി. ഇനിയിപ്പോൾ അടുത്തെന്താ? മരീഷിയേ, ഞാൻ മരിക്കൂ കിട്ടുമോ, മരിക്കാനായി, മരിക്കാൻ പോവുക എന്നൊക്കെ ഇത്യേവം പ്രകാരം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരാൾ. അങ്ങനെ കഴിയുന്ന സമയത്ത് മഘവാൻ പ്രജാപതിനായിവ, ബ്രഹ്മാവിനാൽ ഇന്ദ്രൻ എന്ന പോലെ. എന്താ ബ്രഹ്മാവിനാൽ ഇന്ദ്രൻ എന്ന പോലെ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മാവിനാൽ ഇന്ദ്രൻ എപ്രകാരം ബോധിപ്പിക്കപ്പെട്ടുവോ അപ്രകാരം ബോധിപ്പിക്കപ്പെടുകയാണ്. എന്താ ബോധിപ്പിക്കപ്പെടുന്നേ? നാസിത്വം ദേഹേന്ദ്രിയാദിധർമ്മ. ഏയ്, നീ ദേഹേന്ദ്രിയാദിധർമ്മവാനല്ല, നീ ദേഹേന്ദ്രിയാദിധർമ്മമല്ല. അപ്പം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഞാൻ ദേഹമാണെന്നാണ്. അപ്പോൾ ഗുരു ശാസ്ത്രം ഉപദേശിച്ചു, നീ ദേഹമല്ല. ഞാൻ ഇന്ദ്രിയങ്ങളാണ്, നീ ഇന്ദ്രിയങ്ങളല്ല. ഞാൻ മനസ്സാണ്, ഏയ് നീ മനസ്സല്ല എന്നിങ്ങനെ ബോധിപ്പിച്ചു. എങ്ങനെ? ബ്രഹ്മാവ് ഇന്ദ്രനെ എന്ന പോലെ പ്രതിബോധിതനായി.
അപ്പം പിന്നെ ആരാ ഞാൻ സംശയമായി. തത്വമസി, അത് നീയാകുന്നു. ആ പരമമായ സച്ചിദാനന്ദ സ്വരൂപമാണ് നീ എന്നീ വിധത്തിൽ തത്വമസീതി പ്രതിബോധിത, പ്രതിബോധിതനായി. ഒന്നിച്ചു പോണേ. അങ്ങനെ പ്രതിബോധിതനായപ്പോഴവസൻ സയേഷ സംപ്രസാദ ജീവ, അങ്ങനെയുള്ള ജീവൻ. എങ്ങനെയുള്ള ജീവൻ? പ്രതിബോധിതനായ ജീവൻ, ബോധിപ്പിക്കപ്പെട്ടവനായ ജീവൻ. എന്ത് ബോധിപ്പിക്കപ്പെട്ടവനായ? നീ ശരീരധർമ്മമല്ല, മറിച്ച് നീ പരമമായ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് ബോധിപ്പിക്കപ്പെട്ടവനായ ജീവൻ. അസ്മാത് ശരീരാത്, ഈ ശരീരത്തിൽ നിന്നും സമുത്ഥായ, നല്ല പോലെ ഉയർന്നിട്ട്, മരിച്ചിട്ട് നല്ല അർത്ഥം, ഈ ദേഹതാദാത്മ്യത്തിൽ നിന്ന് ഉയർന്നിട്ട്, ജീവിച്ചിരിക്കെ തന്നെ, മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കെ തന്നെ ഇതിൽ നിന്ന് ഉയർന്നിട്ട്, ഏതുപോലെ? വായുവാദയ ഇവ, വായു തുടങ്ങി പറയപ്പെട്ടവയെ പോലെ. ദൃഷ്ടാന്തത്തിൽ വായു, മേഘം, മിന്നൽ തുടങ്ങി പറഞ്ഞല്ലോ. അതുപോലെ, ആ പറയപ്പെട്ടതുപോലെ, അവയെപ്പോലെ ഈ ദേഹത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്ത് ദേഹാദി വിലക്ഷണമായിരിക്കുന്ന ആത്മഭാവത്തെ സ്വയം അറിഞ്ഞു പ്രാപിച്ച്, ദേഹാദി വിലക്ഷണമായ ആത്മഭാവത്തെ സ്വയം അറിഞ്ഞു പ്രാപിച്ച്, ശ്രദ്ധിക്കണം, അവഗമ്യ ദേഹാത്മഭാവനാം ഹിത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദേഹാത്മഭാവനയെ അതിക്രമിച്ചിട്ട് എന്നർത്ഥം. അല്ലാതെ ദേഹം വിട്ടുപോയിട്ട് എന്നൊന്നും അർത്ഥമില്ല. ദേഹാത്മഭാവത്തെ അതിക്രമിച്ചിട്ട്. സ്വേന രൂപേണ സദാത്മനായവ അഭിനിഷ്പദ്യതേ, തൻ്റെ സ്വരൂപത്തിൽ, സ്വന്തം രൂപത്തിൽ അയാൾ നിഷ്പന്നനാകുന്നു, താൻ താനാകുന്നു. അപ്പം ഇത്രയും കാലം ഞാൻ ദേഹമാണെന്ന് കരുതി കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളോട്, മനസ്സിനോട്, ബുദ്ധിയോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. ആ താതാത്മ്യങ്ങളെല്ലാം പോയി ഞാനായി. അങ്ങനെ അഭിനിഷ്പദ്യതേ, സ്വരൂപത്തെ പ്രാപിക്കുന്നു. വ്യക്തമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വിസ്തരിച്ച് പറഞ്ഞതാ, അതിൻ്റെ ഭാഷ്യം വായിക്കാൻ ബാക്കി വെച്ചിട്ടേ ഉള്ളൂ. സയേന സ്വേന രൂപേണ, സയേന സ്വേന രൂപേണ സംപ്രസാദഃ അഭിനിഷ്പദ്യതേ പ്രാക് പ്രതിബോധാത് തത് ഭ്രാന്തി നിമിത്താത് സർപ്പോ ഭവതി യഥാ രജ്ജുഃ പശ്ചാത് കൃതപ്രകാശ രജ്ജ്വാത്മനാ സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ. ഏവം ച സ ഉത്തമപുരുഷഃ, ഉത്തമഃ ച അസൗ പുരുഷഃ ച ഇതി ഉത്തമപുരുഷഃ സ ഏവ ഉത്തമപുരുഷഃ അക്ഷിസ്വപ്നപുരുഷൗ വ്യക്താവ്യക്തശ്ച സുഷുപ്തഃ സമസ്തഃ സംപ്രസന്നഃ അശരീരശ്ച സ്വേന രൂപേണ ഇതി യേഷാമേവ സ്വേന രൂപേണ അവസ്ഥിതഃ ക്ഷരാക്ഷരൗ വ്യാകൃതവ്യാകൃതൗ അപേക്ഷ്യ ഉത്തമപുരുഷഃ കൃതനിർവചനഃ ഹി അയം ഗീതാസു. പറയാണ്, അവൻ സ്വേനരൂപേണ അഭിനിഷ്പദ്യതേ, സ്വരൂപത്തിൽ പ്രാപ്തനാകുന്നു. സ്വരൂപത്താൽ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിൽ പ്രാപ്തനാകുന്നു.
ഇന്നലെ വരെ എന്നല്ല, ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന മിഥ്യാധാരണകൾ നീങ്ങി എന്നർത്ഥം. സച്ചിദാനന്ദ പരമസ്വരൂപനാണെന്നുള്ള ബോധം ഉറച്ചു. അങ്ങനെ ഈ സംപ്രസാദൻ ജീവാത്മാവ് അഭിനിഷ്പദ്യതേ. അവസാനാണേ ഇത്രയും ബൃഹത്തായ സുദീർഘമായ ഉപദേശത്തിൻ്റെ അവസാനം അത് ഓർമ്മിക്കണം. പ്രാക് പ്രതിബോധാത്, പ്രതിബോധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന്, പ്രതിബോധം ഉണരുക, ഉണരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഏതാ? ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് അയാൾ ഉണരുന്നു. എന്താ അങ്ങനെ പ്രയോഗിച്ചേ? ഉറക്കത്തിൽ നിന്ന് എന്നോട് പറഞ്ഞാൽ പോരെ? അപ്പം പറയുകയാണ് ഉണരുന്നതിന് മുമ്പുള്ള അവസ്ഥ അത് ഉറക്കമാണ്. ആ ഉറക്കത്തിൽ നിന്ന് അയാൾ പ്രതിബുദ്ധനാകുന്നു. ഇതുപോലെ തദ് ഭ്രാന്തി നിമിത്തമായ അവസ്ഥയിൽ നിന്ന് ഉണരുന്നു. നേരത്തെ ഭ്രാന്തിയായിരുന്നു, ആ ഭ്രാന്തിയിൽ നിന്ന് ഉയരുന്നു. ഭ്രാന്തി നിമിത്തമായ അവസ്ഥയിൽ നിന്ന് ഉയരുന്നു. യഥാ ഭ്രാന്തി നിമിത്ത സർപ്പഃ ഭവതി യഥാ രജ്ജുഃ പശ്ചാത് കൃതപ്രകാശ രജ്ജ്വാത്മന സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ. കയറ് ബാക്കി പറയണ്ടല്ലോ. വേദാന്തം പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളെ തന്നെ കാന്ന് കേൾക്കുമ്പം പേടിയാവും. ഞാനല്ലോ പറയാൻ പോണത്, അത് തന്നെയാണ് പറയാൻ പോണത്. കയറ് മന്ദപ്രകാശത്തിൽ പാമ്പായി കാണപ്പെട്ടു. ഇപ്പം കൃതപ്രകാശമായപ്പോഴോ, നല്ല വെളിച്ചം കൊണ്ടുവന്നപ്പോഴോ കയറ് കയറായോ പാമ്പ് കയറായോ? പാമ്പ് കയറായി. എന്താ ചോദ്യം? ഇതാണ്, ഈ രജ്ജു സർപ്പദൃഷ്ടാന്തത്തിൽ നല്ല വെളിച്ചം കൊണ്ടുവന്നപ്പോൾ കയറ് കയറായതാണോ അല്ല പാമ്പ് കയറായതാണോ? കയറെങ്ങനെയാ കയറാവുക? കയറ് കയറ് തന്നെയായിരുന്നല്ലോ. ആദിയിലും മധ്യത്തിലും അന്തത്തിലും കയറ് തന്നെയാണ്. എന്നാൽ മധ്യത്തിൽ അജ്ഞാനതലത്തിൽ അത് പാമ്പാണെന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് അതെന്താണ്? പാമ്പാണ്. നമ്മളെല്ലാവരും ഈ പാമ്പുകളായിട്ടാണ് ജീവിക്കണത് മുഴുവൻ, അല്ലേ? ഈ പാമ്പ്, അല്ലാതെ മറ്റേ പാമ്പല്ലേ. എല്ലാം ഇതെൻ്റെ പത്നിയാണ്, വല്ല സംശയമുണ്ടോ? ഇതെൻ്റെ പതിയാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സ്വത്താണ്. ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല, ഉറപ്പാ. അത് തന്നെയാണ് പാമ്പായിട്ടാണ് കഴിയുന്നതെന്ന് പറഞ്ഞത്. എൻ്റെ സ്വരൂപബോധമില്ല, അവിദ്യ കൽപ്പിത ബോധത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഉറങ്ങുകയാണോ ഉണരുകയാണോ? ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പാമ്പാണ് കയറാവണത്, അല്ലാണ്ട് കയറ് കയറാവുകയല്ല. വേറെ പ്രകൃതത്തിൽ ഒരിക്കലും സ്വരൂപത്തെ അവിദ്യ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി കയറ് തന്നെയാണെന്നും പാമ്പ് ഒരിക്കലും കയറാകുന്നില്ല, കയറ് തന്നെയാണ് കയറാകുന്നതെന്നും ഈ പറയുന്ന ആൾ തന്നെ പറയും. അത് വേറെ വിഷയം. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇവിടെ നമുക്ക് ആവശ്യം പാമ്പ് കയറായി എന്നുള്ളതാണ്. എന്നാലേ പ്രയോജനമുള്ളൂ. സ്വേന രൂപേണ അഭിനിഷ്പദ്യതേ. ഏവം ച ഉത്തമപുരുഷ, അതുപോലെ ഉത്തമപുരുഷൻ, ഉത്തമനും പുരുഷനുമായവൻ ഉത്തമപുരുഷൻ. അക്ഷിസ്വപ്ന പുരുഷൗ വ്യക്താവ്യക്തശ്ച സുഷുപ്തഃ സമസ്തഃ സംപ്രസന്നഃ അശരീരശ്ച സ്വേന രൂപേണ.
ഉത്തമനും പുരുഷനുമായവൻ ഉത്തമ പുരുഷൻ. നേരത്തെ അക്ഷിപുരുഷൻ ആര് എന്ന് നിരൂപണം ചെയ്യാൻ പറഞ്ഞു. കണ്ണിൽ കാണുന്ന പുരുഷൻ യാതൊന്നോ അത് നിരൂപണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിരൂപണം ചെയ്തപ്പോൾ ആദ്യം എന്ത് മനസ്സിലാക്കി? ഈ കാണുന്നത് തന്നെയാണ് അക്ഷിപുരുഷൻ എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലപോലെയൊക്കെ ഒന്ന് ഒരുങ്ങി പുറപ്പെട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി വളയിട്ട് മാലയിട്ട് പൊട്ട് തൊട്ട് കണ്ണു മഷി എഴുതി എന്ന് പറഞ്ഞ പോലെ പുറപ്പെട്ട് വന്നു. അതിന് നോക്കിക്കോളൂ, ഇപ്പം എന്താ കാണുന്നത്? ഇപ്പം വളരെ സാധ്വലങ്കൃതനായ രൂപത്തെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ശരീര താതാത്മ്യത്തോടു കൂടിയ ഭാവത്തെ ആദ്യം ഛായാപുരുഷനായിട്ട് മനസ്സിലാക്കി. ഈ ഛായാപുരുഷൻ തന്നെയാണ് താനെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ സ്വപ്നത്തിലേക്ക് പോയി. സ്വപ്നത്തിലേക്ക് പോയിട്ട് അവിടെ മനസ്സിലാക്കി. അടുത്ത ഘട്ടത്തിൽ സുഷുപ്തിയിലേക്ക് പോയി, അവിടെ മനസ്സിലാക്കി. ആ മനസ്സിലാക്കലിലാണ് സംപ്രസാദനം എന്നുള്ള നിലയ്ക്ക് പിടിച്ചത്, സമ്യക് പ്രസന്നനായി എന്നുള്ളത്. ഇവിടെ സ്ഥൂലമായ ഉപാധിഗതമായ ഭാവം, സൂക്ഷ്മമായ ഉപാധിഗതമായ ഭാവം. ഇനി ഒന്നുകൂടി പറയണതിന് വിരോധമൊന്നുമില്ല. കാരണമായ ഉപാധിഗത ഭാവം മൂന്നുമുണ്ട്. മൂന്നാമത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല എന്ന് മാത്രം. എന്നാൽ ഇതിനെയൊക്കെ തിരസ്കരിച്ചു. ഇതൊന്നുമല്ല പരമാർത്ഥം എന്നറിഞ്ഞ് എന്തായി? വ്യാകൃത അവ്യാകൃതങ്ങളെ അപേക്ഷിച്ച് ഉത്തമനായ പുരുഷൻ എന്ന് യാതൊരു പുരുഷൻ ഭഗവത്ഗീതകളിൽ, ഗീതോപദേശങ്ങളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത. അവിടെ അന്യഹ എന്ന് പറഞ്ഞു. അന്യഹ, അന്യൻ. അന്യൻ എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് അന്യൻ എന്ന് ചോദ്യം. എന്തിൽ നിന്ന് അന്യൻ? ഇവിടെയല്ല, ഗീതയിൽ. അപ്പോൾ ദിവസവും ചൊല്ലുന്നുണ്ടല്ലോ, ഇത്ര പ്രാവശ്യം എന്നാ ചോദ്യം. അപ്പോൾ അവിടെ ക്ഷരാക്ഷര രണ്ട് പറഞ്ഞു. ക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും ഭിന്നനായവനാണ് ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷസ്ത്വന്യ. അന്യഹ എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് അന്യൻ? അതിനു മുമ്പ് പറയപ്പെട്ട ക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും അന്യൻ, സ്ഥൂല സൂക്ഷ്മങ്ങളിൽ നിന്നും കാരണത്തിൽ നിന്നും അന്യൻ. അതാണ് ഉത്തമൻ. ആ ഉത്തമ പുരുഷനെയാണ് പരമാത്മാ എന്ന് പറഞ്ഞത്. ആ പരമാത്മഭാവമാണ് തൻ്റെ പാരമാർത്ഥിക ഭാവം എന്ന നിലയ്ക്ക് സംപ്രസാദൻ ഉയരുന്നു. ദേഹാദ്യുപാധിയുമായുള്ള താതാത്മ്യത്തെ തീർത്തും അതിക്രമിക്കുന്നു. എപ്പോ? ഇപ്പോൾ. എവിടെ? ഇവിടെ. അതാണ് മരിച്ചിട്ടല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ്റെ പാരമാർത്ഥിക സ്വരൂപം ഒരു പ്രകാരവും പരിമിതമല്ല എന്ന ബോധത്തിലേക്ക് ഉയരുന്നു. അവിടെ മറ്റ് താതാത്മ്യങ്ങളൊക്കെ അഴിയുന്നു. സഹ സംപ്രസാദഃ സ്വേന രൂപേണ തത്ര സ്വാത്മനി സ്വസ്ഥതയാ സർവാത്മഭൂതഃ പര്യേതി. ക്വചിത് ഇന്ദ്രാദ്യാത്മന ജക്ഷത് ഭക്ഷയൻ ഹസൻ. ജക്ഷത് ഹസൻ ഭക്ഷയൻ വാ ഭക്ഷ്യാൻ ഉച്ചാപചാൻ ഈപ്സിതാൻ. ക്വചിത് മനോമാത്രൈഃ സങ്കൽപ്പാദേവ സമുത്ഥിതൈഃ ബ്രാഹ്മലൗകികൈഃ
വാ ക്രീഡൻ സ്ത്രീയാദിഭിः രമമാണശ്ച മനസാ ഏവ ന ഉപജനം സ്ത്രീ പുംസയോः അന്യോന്യ ഉപഗമേന ജായത്തെ ഇതി ഉപജനം ആത്മഭാവേന വാ ആത്മസാമീപ്യേന ജായത്തെ ഇതി ഉപജനം ഇദം ശരീരം തത് ന സ്മരൻ തസ്മരണേ ഹി ദുഃഖമേവ സ്യാത് ദുഃഖാത്മകത്വാത് തസ്യ. അപ്പോൾ ആ സംപ്രസാദൻ ജീവാത്മാ സ്വരൂപത്തിൽ അഭിനിഷ്പന്നനാകുന്നു. ഏതാണ് ആ സ്വരൂപം? തത്വമസി എന്ന് ഉപദേശിക്കപ്പെട്ട പ്രതിബുദ്ധമായ അവസ്ഥയിൽ താൻ സച്ചിദാനന്ദ പൂർണ്ണ പരിപൂർണ പരമാത്മാവാണെന്ന ബോധത്തിലേക്ക് അവൻ ഉയർന്നു എന്നർത്ഥം. ആ സംപ്രസാദൻ സ്വന്തം രൂപത്തിൽ അവിടെ സ്വസ്ഥതയാ സർവാത്മഭൂതനായി മാറുന്നു. എല്ലാം താൻ തന്നെ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത എന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ പരിസമാപ്തിയായി. ശ്രദ്ധിക്കുക. അങ്ങനെ സർവാത്മഭൂതനായിട്ട് പര്യേതി നിരന്തരം സഞ്ചരിക്കുന്നു. എല്ലായിടത്തും അവൻ വ്യാപിച്ചു. എല്ലാത്തിലും അവൻ തന്നെയായി. എല്ലാം അവൻ തന്നെ. അപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അവൻ തന്നെയാണ് ഭക്ഷണം കഴിക്കണേ. ആരെങ്കിലും ഓടണമെങ്കിൽ അവൻ തന്നെയാണ് ഓടണേ. എല്ലാം അവൻ തന്നെ. എന്നാൽ ഒന്നിനോടും സംഘമില്ലാതെ, താതാത്മ്യഭാവമില്ലാതെ. ക്വചിത് ചിലയിടത്ത് എന്താകുന്നു? ഇന്ദ്രാദ്യാത്മന, ഇന്ദ്രൻ തുടങ്ങിയ ദേവാത്മഭാവത്തെ പ്രാപിക്കുന്നു. ചിലയിടത്ത് മനുഷ്യഭാവത്തെ, ചിലയിടത്ത് തിര്യക് ഭാവത്തെ എന്ന് വേണ്ട എന്താണോ അത് യഥാസങ്കല്പിതം ലോകം ഗച്ഛതി. സങ്കല്പിതമായ ലോകത്തെ പ്രാപിക്കുന്നു. അവൻ എന്ത് സങ്കല്പിക്കുന്നു അത് അവനാണ്. ഉപനിഷത്ത് മറ്റൊരിടത്ത്, ഇവിടെ പറയുന്നില്ല, മറ്റൊരിടത്ത് യഥാകാമചാരോ ഭവതി എന്നീ അവസ്ഥയെ പറയും. എന്തിച്ഛിക്കുന്നു അങ്ങനെയുള്ളവനായിത്തീരുന്നു. ആപ്തകാമൻ, ആപ്തസങ്കൽപ്പൻ എന്നായിത്തീരും എന്നൊക്കെ ഇവിടെ ഛാന്തോക്യത്തിൽ തന്നെ ഇതിനു മുമ്പ് ചില പ്രകരണങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവൻ എന്തിച്ഛിക്കുന്നു അത് അവനുള്ളതാണ്. ജക്ഷത് ജക്ഷത് ഭക്ഷിക്കുന്നവൻ, ഭക്ഷിക്കുന്നവനായിട്ട്. എന്തിനെ ഭക്ഷിക്കുന്നവൻ? ഇന്ദ്രന് ഇന്നതേ ഭക്ഷിക്കാവൂ എന്ന് വല്ല നിയമം പറയാൻ പറ്റുമോ? ഇല്ല. എന്താണോ അത് ഭക്ഷിക്കുന്നവൻ. വന്നു ചേരുന്നതിനെ മുഴുവൻ ഭക്ഷിക്കുന്നവനായിട്ട്. ഹസൻ, ചിരിക്കുന്നവൻ, ചിരിക്കുന്നവനായിട്ട്. ഭക്ഷയൻ, വീണ്ടും ഭക്ഷയെന്ന് പറഞ്ഞു. ബാ ഭക്ഷ്യാൻ ഉച്ചാവജാൻ ഈപ്സിതതമാൻ, ഉച്ചാവജങ്ങളായ ശ്രേഷ്ഠതമങ്ങളായ ഇച്ഛിക്കപ്പെടുന്ന ആഗ്രഹിക്കപ്പെടുന്ന സകലത്തെയും ഭക്ഷിച്ചു കൊണ്ട് കഴിയുന്നു. അതിന് പരിമിതിയില്ല. സർവോഭവതി, അവനെല്ലാമായി തീരുന്നു എന്ന് ഉപനിഷത്ത് വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. യാനൈഹി വാ സ്ത്രീഭിഹി വാ രമമാണഃ, വാഹനങ്ങളെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടും രമിക്കുന്നു അവൻ.
അവൻ എന്ത് സങ്കല്പിക്കുന്നു അതവനാണ് എന്നർത്ഥം. അവന് പരിമിതിയില്ല എന്നർത്ഥം. അതിനാണ് യഥാകാമചാരനാകുന്നു എന്ന് പറഞ്ഞത്. യഥാകാമചാരൻ. അവന് സർവം സ്വായത്തമാണ്. അവന് പരിമിതിയില്ല. അതുപോലെ തന്നെ അവൻ അപരിമിത ഭുക്ക, അപരിമിതമായതിനെ ഭുജിക്കുന്നവനാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ താത്പര്യം മനസ്സിലാവാതെ പോകും. ക്വചിത് മനോമാത്രൈഹി, ചിലപ്പോൾ മനോമാത്രങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ ചെയ്യും. സങ്കല്പാദേവ സമുത്ഥിതൈഹി ബ്രാഹ്മലൗകികൈഹി, ബ്രാഹ്മലൗകികങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കും. ബ്രാഹ്മലൗകികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകേ ഭവതീതി, ബ്രഹ്മലോകത്തിലുള്ളതായ ഭോഗങ്ങളെ മാനസികമായിട്ട് അനുഭവിക്കാൻ അവന് കഴിയും. അപ്പോൾ ബ്രഹ്മപ്രാപ്തനായില്ലേ? അപ്പോൾ ബ്രഹ്മലോകത്തിലെത്തി. നമ്മൾ ഏത് ലോകത്തെ ഭോഗങ്ങളെ നമ്മൾ അനുഭവിക്കണോ നമ്മൾ ആ ലോകത്തിലെത്തിയില്ലേ? ഒരു ലോകത്തിൽ ഇരുന്നിട്ടും ആ ലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ആ ലോകത്തിലെത്തി എന്ന് പറയാൻ പറ്റുമോ? ചോദ്യം. ഇത് ചിന്തിക്കേണ്ടതാണ്. ശ്രവണശക്തി ഇല്ലാത്ത ഒരാൾ വലിയ കച്ചേരിക്ക് പോയി മുമ്പിലിരുന്ന് തലയാട്ടി എങ്ങനെ ഉണ്ടാവും? വെടി പൊട്ടിച്ചാൽ കേൾക്കാത്ത ആളാണ്. അത് ശ്രവണശക്തി എന്നൊന്നില്ല. ശ്രവണശക്തി ഇല്ലാത്ത ഒരാൾ കച്ചേരിക്ക് മുമ്പിൽ ഇരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ അയാൾ കച്ചേരി കേട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ മറ്റവരൊക്കെ തലയാട്ടണ കണ്ടിട്ട് അയാളും തലയാട്ടിന്ന് വരും, അത്രയേ ഉള്ളൂ. ഇതന്നെ. ഇപ്പം ഏത് ഭോഗമാണ് അനുഭവിക്കുന്നത് ആ ലോകത്തിലാണ് നമ്മൾ. അനുഭവിക്കാത്ത പക്ഷം ആ ലോകത്തിൽ ഇരുന്നാലും ആ ലോകത്തിലല്ല നമ്മൾ. അങ്ങനെ ഇയാൾ അപരിമിതമായ ലോകപ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മലോകങ്ങളായിരിക്കുന്നവയെ പോലും അനുഭവിക്കാൻ അയാൾക്ക് കഴിയുന്നു. ക്രീഡൻ, ജക്ഷൻ കളിക്കുന്നവനായിട്ട്, ഹസൻ ചിരിക്കുന്നവനായിട്ട്, ഭക്ഷയൻ, ഉച്ചാവജങ്ങൾ അതീവ ശ്രേഷ്ഠങ്ങൾ, ഉന്നതങ്ങളായവയെ, ഈപ്സിതമാൻ അങ്ങേയറ്റം ഇച്ഛിക്കപ്പെടുന്ന ഭോഗങ്ങളെ, ക്വചിത് മനോമാത്രൈഹി, ചിലപ്പോൾ മനോമാത്രമായിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ക്വചിത്, രണ്ടാമതും ക്വചിത് പറഞ്ഞു. ചിലയിടത്ത് മനോമാത്രമായിട്ടുള്ള ഭോഗമായിട്ട് അവൻ കഴിയും, ചിലയിടത്ത് സ്ഥൂലങ്ങളായ ഭോഗങ്ങളുമായിട്ട് അവൻ കഴിയും, ചിലയിടത്ത് മനോമാത്ര ഭോഗങ്ങളുമായി കഴിയും. അതിന് നിയമം പറയാൻ പറ്റില്ല. ആർക്കും അവനെ പറഞ്ഞ് ഒതുക്കി വയ്ക്കാൻ കഴിയില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അയാൾ അനിയമനാണ് എന്നർത്ഥം. അപ്പോൾ സങ്കല്പങ്ങളാൽ സമുദ്ധിതങ്ങളായിരിക്കുന്ന ബാഹ്യലോകങ്ങളെ, വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്ത്രീയാദിഭീരമമാണ, സ്ത്രീ തുടങ്ങിയവയോടുകൂടി രമിക്കുന്നവനായിട്ട്. സ്ത്രീ തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ എന്തു ആവാം? സ്ത്രീ, പുരുഷൻ തുടങ്ങി അങ്ങോട്ട് എന്തു ആവാം. എന്തൊക്കെയാണോ ഓരോരുത്തർ സങ്കല്പിക്കുന്നത് അതൊക്കെ, എന്തൊക്കെ ഭോഗ്യങ്ങളായിട്ട് കാണുന്നുണ്ടോ അതൊക്കെ എന്ന് മാത്രം പറയാം. ന ഉപജനം സ്ത്രീ പുംസയോഹോ അന്യോന്യ ഉപഗമേന ജായതേതി ഉപജനം. ഉപജനത്തിന് ഇവിടെ ഭാഷ്യകാരൻ കുറച്ചൊരു ഒരു 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 നേരെ അങ്ങോട്ട് ഉള്ള അർത്ഥമല്ല പറയണത്. നേരെ പറഞ്ഞാൽ അടുത്തുള്ളവരെ എന്ന് പറഞ്ഞാൽ മതി. അടുത്തുള്ള ഒന്നിനെയും കാണുന്നില്ല, അടുത്തുള്ള ഒന്നിനെയും പരിഗണിക്കുന്നില്ല, മറ്റൊരാൾ എന്ത് പറയണോ, മറ്റൊരാൾ എന്ത് നോക്കണമെന്നൊന്നും അയാൾ പരിഗണിക്കണില്ല, അത്രയേ ഉള്ളൂ. ഈ മറ്റുള്ളവരെ പരിഗണിച്ച് ജീവിക്കണതൊക്കെ വേറെ, ഇത് വേറെ. ഉപജനത്തിന് ആ അർത്ഥം പറഞ്ഞാൽ മതി, അതാ സുഖം.
പക്ഷെ ഭാഷ്യകാരിവിടെ പറയണത് വേറൊരർത്ഥാണ്. സ്ത്രീകളും പുരുഷന്മാരും അന്യോന്യം ഉപഗമനം ചെയ്യുന്നതിലൂടെ ജനിക്കുന്നത്. ആരാ ജനിക്കണത്? സന്താനങ്ങൾ. അതാണ് ഇവിടെ ഉപജനം. അഥവാ ആത്മഭാവേന ഉപജനം ആത്മഭാവേന വ ആത്മസാമീപ്യേന ജായത്. തൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്നവർ ഉപജനം. തൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്നവർ ഉപജനം. ഇതം ശരീരം. എന്താണത്? ഈ ശരീരം തന്നെയാണ് ഉപജനം. അതുപോലെ സമീപസ്ഥങ്ങളായ ശരീരങ്ങൾ, അവയെ ഒന്നും സ്മരൻ, സ്മരിക്കാതെ, തൻ്റെ സമീപസ്ഥങ്ങളായ ഒന്നിനെയും സ്മരിക്കാതെ, അവയിലേക്ക് ചിന്ത പോകാതെ, സാമാന്യങ്ങളായ നിയമങ്ങൾക്കെല്ലാം അപ്പുറത്ത് അങ്ങനെയാണ് അയാൾ ലോകത്തിൽ കഴിയുന്നത്. ആദ്യം പറഞ്ഞത് വിജ്ഞാനിയുടെ സ്വസ്ഥിതിയാണ്. അതെന്താ? പരിമിതമായ ഭാവത്തെ അതിക്രമിച്ച് സ്വേന ജ്യോതിഷ അഭിസമ്പദ്യതേ എന്ന് പറഞ്ഞു. സ്വജ്യോതി സ്വരൂപത്തിൽ അഭിസമ്പന്നനായി എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ അഭിസമ്പന്നനായാലും അയാൾ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്നത് യഥാകാമചാരനായിട്ട് അയാൾ കഴിയുന്നു എന്നർത്ഥം. ഈ മലയാളത്തിലൊരു ഒരു പറച്ചിലുണ്ട്, തോന്നിവാസി എന്ന്. ആരാ ശരിക്കും തോന്നിവാസി? ഈ വിജ്ഞാനി മാത്രമേ ഉള്ളൂ തോന്നിവാസി. ബാക്കി ആർക്കാ തോന്നിയാണം വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള? അവിടെ കൊളുത്തുണ്ടാവും, ഇവിടെ കൊളുത്തുണ്ടാവും, ഇല്ലേ? അങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അവനോട് മിണ്ടാൻ പാടില്ല, അവളോട് മിണ്ടാൻ പാടില്ല. കൊളുത്തുകളോട് കൊളുത്തുകളാണ്. ആ കൊളുത്തൊക്കെ ഊരി കൊളത്തൂരായി കഴിഞ്ഞാൽ എന്തായി? തോന്നിയാശയായി. അതെ. കാരണം എന്തുകൊണ്ട് തോന്നിവാസി എന്ന് ചോദിച്ചാൽ, ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതെ. യോഗത്തിൻ്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ, വിധിനിഷേധങ്ങളെ അതിക്രമിക്കുന്നുവെങ്കിൽ വിജ്ഞാനിയെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? അയാളേ ഉള്ളൂ തോന്നിയാണം വസിക്കുന്ന ആള്. രാജാക്കന്മാർക്ക് തോന്നിയാണം വസിക്കാൻ പറ്റുമോ? ഇല്ല. നീതിശാസ്ത്രാനുഗഹ, അയാൾ നീതിശാസ്ത്രത്തിന് വിധേയനാണ്. പ്രധാനമന്ത്രിക്ക് തോന്നിയാണം വസിക്കാൻ പറ്റുമോ? ഇല്ല. പ്രസിഡന്റിന് പറ്റുമോ? ഇല്ല. വിജ്ഞാനി അനിയമനാണ്. ഇത് പരിമിതിയില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ സ്വർഗലോകത്തിലാവും, ചിലപ്പോൾ ബ്രഹ്മലോകത്തിലാവും. അപ്പോൾ പറയാണ്, ഈ തൻ്റെ സമീപസ്ഥമായതിനെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് കഴിയുന്നതെങ്കിൽ എന്താ പ്രശ്നം? സമീപസ്ഥമായതിനെ സ്മരിച്ചുകൊണ്ട് അയാൾ കഴിയുന്നു നിൽക്കുക. എന്നാലെന്താണ്? ദുഃഖമേവസ്യാത്. അതിൻ്റെ ഫലം ദുഃഖമാണ്. എന്തുകൊണ്ട്? തസ്യ ദുഃഖാത്മകത്വാത്. അതെല്ലാം ദുഃഖാത്മകമായതുകൊണ്ട്. അങ്ങനെ സമീപസ്ഥമായതിനെ, ഉപജനത്തെ മുഴുവൻ സ്മരിച്ചു കഴിയുമ്പോൾ നമ്മളെന്തായി? നമ്മൾ ബന്ധുക്കളായി, അല്ലേ? ഉപജനം ന സ്മരനായത് ന സ്മരൻ. ഉപജനം സ്മരൻ ബന്ധു. ഉപജനത്തെ സ്മരിച്ചാൽ ബന്ധുവായി. ബന്ധു പറഞ്ഞാൽ എന്താ? ബന്ധു ബന്ധു കെട്ടുന്ന ആള്, കെട്ടപ്പെട്ടു. ബധ്നാതീതി ബന്ധു, കെട്ടുന്നവനാണ്, കെട്ടപ്പെട്ടവനാണ്. നനു അനുഭൂതം ചേത് ന സ്മരേത് അസർവജ്ഞത്വം മുക്തസ്യ.
നനു അനുഭൂതം ചെയ്ത് ന സ്മരേത് അസർവജ്ഞത്വം മുക്തസ്യ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? ശങ്കയാണിത്, പൂർവപക്ഷമല്ല, ഒരു സംശയമാണ്. സംശയമായിട്ട് എടുത്താൽ മതി. അപ്പോൾ അനുഭവിച്ചതിനെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഈ ഈ മുക്തപുരുഷൻ സർവജ്ഞനല്ല എന്ന് പറഞ്ഞൂടെ? അനുഭവിച്ചതിനെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ ഈ മുക്തപുരുഷൻ സർവജ്ഞനല്ല എന്ന് പറഞ്ഞൂടെ? അതാണ് നമ്മൾ സാധാരണ ലൗകികന്മാർ തമ്മിൽ പറയും, ഇല്ലേ, എന്നെ ഓർമ്മയില്ലേ? പിന്നെ നിന്നെ ഓർമ്മയില്ലാണ്ട് നിന്നെല്ലാം ഞാൻ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണത്. എന്നാ മുക്തപുരുഷനോ? പിന്നെ നിന്നെ ഓർമ്മിച്ചിരിക്കില്ല, എനിക്ക് പണി. എടാ, നീ മുമ്പിൽ വന്നപ്പോൾ നിന്നെ കണ്ടു, മനസ്സിലായി, സ്നേഹം, സന്തോഷം. നീ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നോട് എന്ത് സ്നേഹം? ഇപ്പം കഴിഞ്ഞു. പിന്നെ വീണ്ടും മുമ്പിൽ വന്നാൽ വീണ്ടും സ്നേഹമായി. വിട്ടു കഴിഞ്ഞാൽ നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കില്ല, എനിക്ക് പണി. പിന്നത്തെ വ്യത്യാസമുള്ളത് അവിടെ. അപ്പൊ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അസർവജ്ഞത്വം, ഈ ജ്ഞാനിക്ക്, മുക്തപുരുഷന് അസർവജ്ഞത്വം വന്നു ചേരുമല്ലോ. എന്തുകൊണ്ട്? അനുഭവിക്കണു അറിയണില്ല പറഞ്ഞാൽ, സ്മരിക്കണില്ല പറഞ്ഞാൽ. ഒരാൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു ചോദ്യം, ഒരു ചോദ്യം ഉണ്ടായിക്കോളൂ, രാവണൻ്റെ അമ്മയുടെ പേരെന്താണ്? അപ്പോൾ എനിക്കറിയില്ല. ശരി, ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ പേരെന്താണ്? എനിക്കറിയില്ല. അപ്പം എന്തായി? നീ സർവജ്ഞനല്ല, കാരണം നീ സ്മരിക്കുന്നില്ല. സ്മരിക്കാത്തവൻ സർവജ്ഞനല്ല, സർവജ്ഞൻ സ്മരിക്കുന്നു, അല്ലേ? ശരിയല്ലേ പറഞ്ഞ്? അപ്പം നീ എന്താണ്? ന ഉപസ്മരതി, ഉപജനം ന സ്മരതി ചെയ്ത്, ഉപജനത്തെ സ്മരിക്കുന്നില്ലെങ്കിൽ മുക്തപുരുഷൻ എന്ത് വന്നു ചേർന്നു? അസർവജ്ഞത്വം വന്നു ചേർന്നു. ഇതാണ് ശങ്ക. മറുപടി, നൈഷദോഷഃ യേന മിഥ്യാജ്ഞാനാദിനാ ജനിതം തച്ച മിഥ്യാജ്ഞാനാദി വിദ്യയാ ഉച്ഛേദിതം വിദ്യയാ ഉച്ഛേദിത മതഃ തന്ന അനുഭൂതം ഏവ ഇതി ന തദ് അസ്മരണേ സർവജ്ഞത്വ ഹാനിഃ നഹി ഉന്മത്തേന ഗ്രഹഗൃഹീതേന വാ യദനുഭൂതം തത് ഉന്മാദാദ്യപഗമേ അപി സ്മർത്തവ്യം സ്യാത് തഥാ ഇഹ അപി സംസാരിഭിഃ അവിദ്യാദോഷവദ്ഭിഃ യദനുഭൂയതേ തത്സർവം ആത്മാനം അശരീരം ന സ്പൃശതി അവിദ്യാ നിമിത്താഭാവാത്. ന ഏഷ ദോഷഃ യേന മിഥ്യാജ്ഞാനാദിനാ ജനിതം തച്ച് മിഥ്യാജ്ഞാനാദി വിദ്യയാ ഉച്ഛേദിതം. അതഃ തന്നനുഭൂതം ഏവ ഇതി ന തദസ്മരണേ സർവജ്ഞത്വഹാനിഃ നഹി ഉന്മത്തേന ഗ്രഹഗൃഹീതേന വാ യദനുഭൂതം തത് ഉന്മാദാദ്യപഗമേ അപി സ്മർത്തവ്യം സ്യാത് തഥാ ഇഹ അപി സംസാരിഭിഃ അവിദ്യാദോഷവദ്ഭിഃ യദനുഭൂയതേ തത് സർവാത്മാനം അശരീരം ന സ്പൃശതി അവിദ്യാനിമിത്താഭാവാത്. അപ്പോൾ തൻ്റെ അടുത്തുള്ളത് അയാൾ സ്മരിക്കുന്നില്ലെങ്കിൽ അയാൾ സർവജ്ഞനല്ല എന്ന് പറഞ്ഞു.
ഏയ് അത് നീ പറയാൻ പാടില്ല. നയേഷ ദോഷ, ഈ ഒരു ദോഷം ഇല്ല. വിജ്ഞാനിയിൽ അസർവജ്ഞത്വ ദോഷം വന്നു ചേരുന്നില്ല. എന്ത് ഹേതുവായിട്ട്? തൻ്റെ അരികിലുള്ളവരെ സ്മരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാളിൽ അസർവജ്ഞത്വ ദോഷം വന്നു ചേരുന്നില്ല. എന്തുകൊണ്ട് വന്നു ചേരുന്നില്ല? മിഥ്യാജ്ഞാനത്താൽ ജനിപ്പിക്കപ്പെട്ടത് യാതൊന്നോ അത് പോയി. മിഥ്യാജ്ഞാനത്താൽ ജനിതമായത് പോയി. എങ്ങനെ പോയി? വിദ്യയാ ഉച്ഛേദിതം, വിദ്യയാ മുറിക്കപ്പെട്ടു. ഇത് ശരിയല്ല, ഇത് സത്യമല്ല എന്ന് ഉത്തമ ബോധം വന്നു. അങ്ങനെ ഉത്തമമായ ബോധം വന്നപ്പോഴെന്തുണ്ടായി? തതിനനുഭൂതം, അതനുഭവിച്ചതേ അല്ല, അത് പോയി. നോക്കൂ, നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തം വീണ്ടും ആവർത്തിച്ചാൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള ദൃഷ്ടാന്തം. ഇത് കയറ് പാമ്പ്. ആ പാമ്പിൻ്റെ ഭണം എങ്ങനെ ഉണ്ടായിരുന്നോ? അത് ഓർമ്മയില്ലല്ലോ. എടാ, നീ എന്തിനാ ഓർമ്മിക്കണത്? ഇത് ആ പാമ്പേ അവിടെ ഉണ്ടായിട്ടില്ല, പിന്നെ നീ എൻ്റെ ഭണം എന്തിനാ ഓർമ്മിക്കണത്? അതിനെത്ര കുത്തുണ്ടായിരുന്നോ ദേഹത്തിൽ, എത്ര പുള്ളി ഉണ്ടായിരുന്നോ? ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അസർവജ്ഞത്വം വരുന്നില്ല. അപ്പം മിഥ്യാദർശന വേളയിൽ മിഥ്യാകൽപിത വിഷയങ്ങളുടെ വിശേഷങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ വിദ്യ അതെല്ലാം കഴുകി നീക്കപ്പെട്ടപ്പോൾ അത് സ്മരിക്കുന്നില്ല പിന്നീട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് എങ്ങനെയാണ് അസർവജ്ഞത്വം വരിക? വരുന്നില്ല. അതാണ് പറയുന്നത്. അതുകൊണ്ട് വിദ്യ ഉച്ഛേദിതം അതഃ തൻ അനുഭൂതമേവ ഇതിന, അത് അനുഭവിക്കപ്പെട്ടതേ അല്ല, അവിദ്യാദശയിൽ അനുഭവിക്കപ്പെട്ടതാ. അതുകൊണ്ട് അത് അസ്മരണേ സർവജ്ഞത്വഹാനി, അതിനെ സ്മരിക്കാത്തത് കൊണ്ട് സർവജ്ഞത്വഹാനി വരികയില്ല. ഏതുപോലെ ദൃഷ്ടാന്തം പറഞ്ഞിരുന്നു. ദൃഷ്ടാന്തം നഹി ഉന്മത്തേന, ഉന്മത്തനാൽ ഒരാൾ ഉന്മത്തനായി, ഭ്രാന്തനായി. അപ്പം ആ സ്ഥിതിയിൽ നമുക്ക് ഓരോന്ന് തോന്നുന്നുണ്ട്, ഓരോരു തരം തോന്നലുണ്ടാകുന്നു ഭ്രാന്താവസ്ഥയിൽ. എൻ്റെ കൂടെ ഒന്നാളുണ്ടായിരുന്നു, അയാൾ എന്നോട് അത് പറയുന്നുണ്ട്, അയാൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണത് എന്നൊക്കെ തോന്നും. പിന്നീട് ഭ്രാന്താവസ്ഥ മാറിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? എൻ്റെ കൂടെ ഒരുത്തനും ഉണ്ടായിട്ടില്ല, അതാണ് എൻ്റെ മനസ്സിന് തോന്നിയതാണത് അന്ന് മനസ്സിലായി. പക്ഷെ ഭ്രാന്താവസ്ഥയിൽ നമ്മളത് പറഞ്ഞു കൊടുത്താൽ നമ്മളൊരു ദേഷ്യം വരും. നിങ്ങളിവിടെ ആരും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നുകയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയരുത്. നമ്മളിവിടെ ആളുണ്ട്, എനിക്കറിയാലോ. അയാളെ സ്നേഹിക്കാൻ പഠിക്കൂ, അതാ വേണ്ടത്. അയാളെ ദ്വേഷിക്കേണ്ട, അയാളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടത്. അല്ലാണ്ട് നിങ്ങളിവിടെ ആരും ഇല്ല കേട്ടോ എന്ന് പറയരുത്. ഉന്മത്താവസ്ഥയിൽ ഇപ്പോൾ പറയുകയാണ് ഒരാൾ, ഇപ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞു ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താ, നിങ്ങൾ എന്താ വിഡിത്തം പറയണത്? ഉച്ചയ്ക്ക് 12:45 ഇപ്പം എന്ന് പറഞ്ഞു കൊടുക്കരുത്. മറിച്ച് ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ, സാരമില്ല, നമ്മളൊന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങുക പറഞ്ഞ് അങ്ങനെയാണ് പെരുമാറേണ്ടത്. നേരെ മറിച്ച് ആ ഉന്മത്താവസ്ഥയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ അയാൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ മിഥ്യാകൽപിതമാണ്. ഞാനെന്തൊരു കഷ്ടാ പറഞ്ഞത്, ഉച്ചയ്ക്ക് 12:45 രാത്രി 9:30 പറഞ്ഞു പോയല്ലോ എന്നൊക്കെ അയാൾക്ക് അപ്പോൾ ഓർമ്മ വരും. അപ്പം അയാൾ തന്നെ പറയും. അല്ലാണ്ട് നമ്മൾ പോയി തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്തെയും രോഗികളെയും നേരെയാക്കാൻ നോക്കണ്ട എന്നർത്ഥം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉന്മത്തനാൽ അഥവാ ഗ്രഹഗൃഹീതനാൽ, ഈ ഗ്രഹഗൃഹീതൻ എന്ന് പറഞ്ഞാൽ ബാധാദോഷമുള്ളവെന്ന, ഗ്രഹത്താൽ ഗ്രഹിക്കപ്പെട്ടവൻ. ചില ഗ്രഹം കയറി പിടിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, അതാണ് ഗ്രഹഗൃഹീതൻ. ബാധയുള്ള അവസ്ഥയിൽ ചില ബാധ കൂടിക്കഴിഞ്ഞാൽ ആ ബാധ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണമൊക്കെ നമ്മൾ ചെയ്യും, പറയിപ്പിക്കണമൊക്കെ പറയും. ബാധ പോയി കഴിഞ്ഞാലോ, നിങ്ങൾ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തു കിട്ടോ, അങ്ങനെ ഉണ്ടായോ? സാരമില്ല, അത് എനിക്ക് ബാധ ഉള്ളപ്പോഴല്ലേ, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രഹഗൃഹീതേന യദനുഭൂതം, എന്തനുഭവിക്കപ്പെട്ടുവോ തത് ഉന്മാദാദ്യ അപഗമേ അപി, അങ്ങനെ ഉന്മാദം മാറി, മരുന്ന് കഴിച്ചു, ചികിത്സിച്ചു, വൈദ്യരെടുത്ത് പോയി വേണ്ടതായ എല്ലാ പ്രയോഗങ്ങളും ചെയ്ത് ഉന്മാദം തീർത്തും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കണത്.
പിന്നെ അയാൾ ഓർമ്മിച്ചിരിക്കണോ എനിക്ക് ഉന്മാദാവസ്ഥയിൽ ഇന്നതുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, അത് പോയി. നസ്മർത്തവ്യം സ്യാ തഥാ, അതേപോലെ ഇഹബി, ഇവിടെയും സംസാരികളാൽ അവിദ്യാദോഷങ്ങളോട് കൂടിയവരാൽ എന്തനുഭവിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ സർവാത്മഭാവത്തെ പ്രാപിച്ച വിദ്വാൻ അനുഭവിക്കണമെന്ന് ഇല്ല. നസ്പൃശതി അവിദ്യാനിമിത്താഭാവാത്, അവിദ്യാനിമിത്തത്തിൻ്റെ അഭാവം കൊണ്ട്. ഈ വേദാന്തത്തെ പലർക്കും പേടിയാണേ. ഭയദർശിന എന്ന് പറഞ്ഞു അല്ലേ? അഭയസ്വരൂപമായ വേദാന്തത്തെയും ഭയപ്പാടോടുകൂടി നോക്കണവരുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കുമ്പം തന്നെ പ്രശ്നമാവും. കാരണം നമ്മൾ സങ്കല്പിച്ച് ഇത്രയും കാലം ഊട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതൊക്കെ പൊളിക്കുകയാണോ അല്ലേ? ഇത്രയും കാലം എന്തൊക്കെ ഊട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതെല്ലാം മിഥ്യാകൽപിതമാണെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഹാർദമായി പഠിക്കണില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്വാമി എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കണോ എഴുന്നേൽക്കുന്നു എന്നല്ലാതെ കണ്ട് വേറൊന്നുമില്ല വെച്ചാൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഇത് ശരിക്കും ഒരു ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്ക വിധം പഠിക്കുമ്പം പലർക്കും പ്രശ്നം ഉണ്ടാവും. കാരണം ഇതുവരെ ഞാൻ എന്തൊക്കെ കൽപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ മിഥ്യാത്വം അതിൽ ഉറപ്പിക്കുക ചെയ്യുന്നത്. റീപ്രോഗ്രാമിംഗ് അല്ലേ? ഇതെല്ലാം ഒരു പ്രോഗ്രാമിംഗ് ആണല്ലോ. അതുകൊണ്ട് വേദാന്തം എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവരെയും വേദാന്തം പോയി പഠിപ്പിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ജിജ്ഞാസുക്കളായി സമീപിക്കുന്നവർക്ക് മാത്രമേ വേദാന്തം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ധർമ്മശാസ്ത്രങ്ങൾ അതല്ല, അതെല്ലാവരോടും പറഞ്ഞു കൊടുക്കാം. ധർമ്മശാസ്ത്രങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാം. വേദാന്ത ശാസ്ത്രം എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുത്. അത് ജിജ്ഞാസുക്കളായി സമീപത്തിൽ വരുന്നവരോട് മാത്രമേ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ശ്രദ്ധിക്കുക. യേതു ഉച്ഛിന്നദോഷൈഃ മൃദിതകഷായൈഃ മാനസാഃ സത്യാഃ കാമാഃ അനതാപിധാന അനുഭൂയന്തേ വിദ്യാഭിവ്യംഗ്യത്വാത്. വിദ്യാഭിവ്യംഗ്യത്വാത് ത ഏവ മുക്തേന സർവാത്മഭൂതേന സംബന്ധ്യന്തേ ഇതി ആത്മജ്ഞാനസ്തുതയെ നിർദ്ദിശ്യന്തേ. അതഃ സാധു ഏതദ് വിശിനഷ്ടി യ ഏതേ ബ്രഹ്മലോകേ ഇതി. യത്ര ക്വചന ഭവന്തഃ അപി ബ്രഹ്മണി ഏവ ഹി തേ ലോകേ ഭവന്തി സർവാത്മത്വാത് ബ്രഹ്മണ ഉച്യന്തേ. യേതു ഉച്ഛിന്നദോഷൈഃ മൃദിതകഷായൈഃ മാനസാഃ സത്യാഃ കാമാഃ അനതാപിധാന അനുഭൂയന്തേ വിദ്യാഭിവ്യംഗ്യത്വാത് ത ഏവ മുക്തേന സർവാത്മഭൂതേന സംബധ്യന്തേ ഇതി ആത്മജ്ഞാനസ്തുതയെ നിർദ്ദിശ്യന്തേ. അതഃ സാധു ഏതദ് വിശിനഷ്ടി യ ഏതേ ബ്രഹ്മലോകേ ഇതി. യത്ര ക്വചന ഭവന്തഃ അപി ബ്രഹ്മണി ഏവ ഹി തേ ലോകേ ഭവന്തി സർവാത്മത്വാത് ബ്രഹ്മണ ഉച്യന്തേ. അനൃതാഭിധാന, ശരിയാണ്, അനൃതാഭിധാന.
ഏതു ഉച്ഛിന്നദോഷൈ മൃദിതകഷായൈ മാനസ സത്യാഹ കാമാഹ അനൃതാഭിധാനാഹ യേ അനുഭൂയന്തെ, അങ്ങനെയാക്കാം, അതാ നല്ലത്. അനൃതാഭിധാനാഹ യേ അനുഭൂയന്തെ. ഏതു ഉച്ഛിന്ന ദോഷൈ മൃദിതകഷായൈ. ഉച്ഛിന്നദോഷൈ, ഉച്ഛിന്നദോഷന്മാരാൽ. ആരാൽ? മൃദിതകഷായൈ, മൃദിതകഷായന്മാരാൽ. എന്താ ഉച്ഛിന്നദോഷന്മാർ, മൃദിതകഷായന്മാർ എന്നുള്ള വാക്കുകളുടെ അർത്ഥം? സകലവിധ ദോഷങ്ങളും നഷ്ടമായവർ. ഏത് ദോഷം? അവിദ്യാകാര്യങ്ങളായ സകല ദോഷങ്ങളും നഷ്ടമായവർ. അവിദ്യാകാര്യങ്ങളായ സകല ദോഷങ്ങളും ആരിൽ നിന്ന് നഷ്ടമായിരിക്കുന്നുവോ അവരാൽ, സർവാത്മഭാവത്തെ പ്രാപിച്ചവരാൽ, നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ളവരാൽ. മൃദിതകഷായൈ, അവിദ്യയുടെ കാര്യരൂപമായ കഷായസ്ഥിതി പോലും കഴുകിക്കളയപ്പെട്ടവരാൽ. സാധനാഘട്ടത്തിൽ കഴിയുമ്പോഴും വാസനകളാൽ ബാധിക്കപ്പെടുന്ന അവസ്ഥ നേരത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനിയെ സംബന്ധിച്ചല്ല, ജിജ്ഞാസുവിൻ്റെ സാധനാഘട്ടത്തിലും ഗുരുശാസ്ത്രോപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സൂക്ഷ്മമായി ശ്രവണ മനന നിധിധ്യാസ മാർഗത്തിൽ കഴിയുമ്പോഴും വാസനകൾ വിട്ടുപോകാത്ത അവസ്ഥയിൽ സാധകന് ഒരു കഷായ സ്ഥിതിയുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ കഷായസ്ഥിതി പോലും ഇല്ലാതാകുന്നത് തത്വവിജ്ഞാനത്തിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തത്വവിജ്ഞാന ദശയിൽ ഈ കഷായസ്ഥിതി പോലും കഴുകിക്കളയപ്പെട്ടവരായ വിജ്ഞാനികൾ. കഷായസ്ഥിതി എന്ന് പറഞ്ഞാൽ സാധനയുടെ ഉന്നതമായ അവസ്ഥയാണ്. പക്ഷേ അവിടെയും എന്തുണ്ട്? വാസനാജാലങ്ങളുണ്ട്, രസമുണ്ട്. രസവും വാസനയും ഉള്ളതുകൊണ്ട് അവരേത് സമയവും വിഷയങ്ങളാൽ ബാധിക്കപ്പെടാം. വീണ്ടും അത്തരം രസം പോലും പോയവർ, അവരാണ് മൃദിത കഷായന്മാർ, കഴുകിക്കളയപ്പെട്ട കഷായഭാവത്തോട് കൂടിയവർ, തത്വവിജ്ഞാനികൾ. അങ്ങനെയുള്ളവരാൽ അവരാൽ മാനസാഹ സത്യാഹ കാമാഹ അനുഭൂയന്തെ. മാനസങ്ങളായ സത്യങ്ങളായ കാമങ്ങൾ അവരാൽ അനുഭവിക്കപ്പെടുന്നു. ആർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനൃതമായ അസത്യമായ മിഥ്യയായ ആവരണങ്ങളാൽ മൂടപ്പെട്ടവർ അല്ലെങ്കിൽ വിദ്യാഭിവ്യംഗ്യത്വ, വിദ്യയാൽ അഭിവ്യഞ്ജിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാനസങ്ങളായ സത്യങ്ങളായ കാമങ്ങൾ അവരാൽ അനുഭവിക്കപ്പെടുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ അനൃതാഭിധാന എന്നുള്ളതൊന്ന് മാറ്റി വയ്ക്കുകയാണ് പദം. ഒന്ന് പരിശോധിക്കണം, അതൊന്ന് ടീക്ക് ഒന്ന് പരിശോധിക്കട്ടെ. ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ
അനൃതാഭിധാന എന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അനൃതമായിരിക്കുന്ന വിഷയങ്ങളെ, മിഥ്യാവിഷയങ്ങളിൽ തന്നെ നിത്യവും അനുഭവിച്ച് ആ ഒരു വാസനയാൽ ബാധിക്കപ്പെട്ട അജ്ഞാനികൾ, അവർക്ക് അഭിധാനം, മറവ്, മൂടി, ആവരണം എന്ന നിലയ്ക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത വിഷയങ്ങളെ എന്ന് പറയാം. കുറച്ച് വളഞ്ഞ വ്യാഖ്യാനമാണ്. അനൃതങ്ങളായിരിക്കുന്ന, മിഥ്യാകൽപിതങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ താതാത്മ്യത്തോടു കൂടിയവർക്ക് അഭിധാനം, മറവ്, മറയ്ക്കപ്പെട്ട, ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത തരം മാനസങ്ങളായ കാമങ്ങളെ ഇവർ അനുഭവിക്കുന്നു, ഇവർ നേടുന്നു. എന്തുകൊണ്ട് നേടുന്നു? വിദ്യയാൽ അഭിവ്യഞ്ജിക്കപ്പെടുന്നത് കൊണ്ട്. വിദ്യാഭിവ്യഞ്ഗ്യത്വ, വിദ്യയാൽ അഭിവ്യഞ്ജിക്കപ്പെടുന്നത് കൊണ്ട്. അത് കുറച്ച് വളഞ്ഞ രീതിയിലാണ് അതിൻ്റെ പ്രയോഗം, പക്ഷെ അങ്ങനെയാണ് പറയാൻ സുഖം. അല്ലെങ്കിൽ പിന്നെ ഈ സന്നദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കപ്പെട്ട എന്നുണ്ട്. അതിനെ നിഷേധിച്ചിട്ട് അനതാഭിധാന എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടാത്ത, അഭിധാനമില്ലാത്തവരായതുകൊണ്ട്, മറവില്ലാത്തവരായതുകൊണ്ട് എല്ലാതരം കാമങ്ങളെയും അവർ കാണുന്നു, അനുഭവിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ അനൃതാഭിധാന തന്നെയാണ് പാഠം. നമുക്ക് ടീക്കൊന്നും കൂടി നോക്കുകയും ചെയ്യാം. തയേവ മുക്തേന സർവാത്മഭൂതേന സംബന്ധ്യന്തേ, തയേവ മുക്തേന സർവാത്മഭൂതേന സംബന്ധ്യന്തേ, മുക്തന്മാരാൽ, മുക്തനാൽ സർവാത്മഭൂതനായവനാൽ സംബന്ധിക്കപ്പെടുന്നു. എന്തും അവൻ നേടുന്നു, ഏതനുഭവവും അവന് ഉള്ളതാണ്. സാധാരണ ലൗകികന്മാർക്ക് അചിന്ത്യങ്ങളായിരിക്കുന്ന അനുഭവങ്ങളും അവനുള്ളതായിത്തീരുന്നു. ഇതെന്തിനാ ഇത് പറഞ്ഞേ? മുക്തൻ ഇത്തരം വിഷയങ്ങളിൽ തത്പരനാണോ? അല്ല. പിന്നെന്തിനാ പറയണത്? അത് പറയുകയാണ് ജ്ഞാനസ്തുതിക്ക് വേണ്ടിയിട്ടാണ്, ആത്മജ്ഞാനസ്തുതിക്ക് വേണ്ടിയിട്ടാണ്. ഈ ആത്മജ്ഞാന പ്രാപ്തിയിൽ നിനക്ക് അചിന്ത്യങ്ങളായിരിക്കുന്ന സുഖഭോഗങ്ങൾ പ്രാപ്തങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ സാമാന്യ തലത്തിലുള്ള വ്യക്തിക്ക് ആത്മജ്ഞാന സ്തുതിയായിട്ടാണ് അത് അനുഭവം വരിക. ആ ഒരു പദത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഒരു താല്പര്യവും ഇല്ല, അത് വേറെ വിഷയം. അതവൻ അപ്രസക്തമായി കഴിഞ്ഞു, അപ്രസക്തമായി കഴിഞ്ഞു. ഈ വേദാന്തത്തിൽ ഫലശ്രുതി വിജ്ഞാനിക്കല്ലല്ലോ. വേദാന്തത്തിൽ ഫലശ്രുതി പറയണത് വിജ്ഞാനിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ജിജ്ഞാസുവിന് വേണ്ടിയിട്ടാണ്. ആ ഫലശ്രുതിയാൽ ആകർഷനായിട്ടെങ്കിലും അവൻ അതിൽ പ്രവർത്തിക്കും. പ്രവർത്തിച്ചാൽ അത് അപ്രസക്തമാകുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്യും. ഇതാണ്. അതുകൊണ്ട് ആത്മജ്ഞാനസ്തുതയെ നിർദ്ദിശ്യന്ത അതഹ സാധു ഏതദ് വിശിനഷ്ടി. അതുകൊണ്ട് ഇത് ശ്രേഷ്ഠമാണ്. വിശദീകരിക്കുന്നു. ഏതേ ബ്രഹ്മലോകൈതി, ബ്രഹ്മലോകത്തിൽ ഏതേത് കാമങ്ങളുണ്ടോ ഉത്കൃഷ്ടതമങ്ങളായിട്ട് സാമാന്യ ലൗകികർക്ക് അചിന്ത്യങ്ങളായിരിക്കുന്നവയാണ് ബ്രഹ്മലോകത്തിലെ സുഖഭോഗങ്ങളെങ്കിൽ അതും അവൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര ക്വചന ഭവന്തഹാബി. അപ്പം അതിന് ഭാഷ്യകാരൻ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. എവിടെ ഭവിക്കുന്നവയായാലും അത് ഈ വിജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ബ്രഹ്മലോകത്തിലുള്ളത് തന്നെയാണ്. അത് ഭാഷ്യകാരൻ നൽകിയൊരു വ്യാഖ്യാനമാണ്. മൂലത്തിലതില്ല. മൂലത്തിൽ വിദ്യാസ്തുതിക്ക് ആയിക്കൊണ്ട് ബ്രഹ്മലോകത്തിലുള്ളതായ വിഷയങ്ങളെപ്പോലും അവൻ അനുഭവിക്കുന്നു എന്നാണ് മൂലത്തിലുള്ളത്. ഭാഷ്യകാരൻ പറയുകയാണ് എവിടെ ഉള്ളതായാലും ബ്രഹ്മാത്മദൃഷ്ടി കൈവന്ന ആളെ സംബന്ധിച്ച് അത് ബ്രഹ്മലോകം തന്നെയാണ്. അപ്പം ഇവിടെ എന്താ പറയേണ്ടത്? കഞ്ഞിവെള്ളമാണോ കുടിക്കാനുള്ളത്? ആ കഞ്ഞിവെള്ളം എന്തായിട്ട് ബ്രഹ്മലോകത്തിലെ അമൃതമായിട്ട് അയാൾ കുടിക്കുന്നു. അത്രയേ ഉള്ളൂ. ആനന്ദമാണ്. അതാണ് എത്ര ക്വചന ഭവന്തഹാബി. എവിടെ ഭവിക്കുന്നവയായാലും എവിടെ ഉള്ളതായാലും ബ്രഹ്മണ്യവഹിതേ, അവ ബ്രഹ്മത്തിൽ തന്നെയാണ്. ലോകേ ഭവന്തീതി സർവാത്മത്വാത് ബ്രഹ്മണ ഉച്യന്തേ. ബ്രഹ്മം സർവാത്മാവാണല്ലോ. ബ്രഹ്മലോക ഭിന്നമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോയെന്നാണ് ചോദിക്കണേ. ആ വിജ്ഞാനിയെ സംബന്ധിച്ച് ബ്രഹ്മലോകമല്ലാതെ ഒരു ലോകം
ഇല്ല, എവിടെയും ഒരുപോലെയാണ്. അപ്പോൾ ബ്രഹ്മലോക സുഖം അയാൾ അനുഭവിച്ച് ബ്രഹ്മലോകത്തിൽ കഴിയുന്നു. അപ്പോൾ ലോകദൃഷ്ടിയിൽ അയാൾ എവിടെയായിരിക്കും? അയാൾ ഇവിടെയാവും, ഈ ഭൂമിയിലാവും. അയാൾ കഴിയുന്ന ബ്രഹ്മലോകത്തിലാണ്. ഇത് രണ്ട് തലങ്ങളാണ്. ഈ ഒരു വിജ്ഞാനിയുടെ തലവും ഒരു ജിജ്ഞാസുവിൻ്റെ തലവും വിഭിന്നങ്ങളാണ്. അവയ്ക്ക് ഒരിക്കലും ഒരു തുലനം ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തൻ്റെതായ ദൃഷ്ടിയോട് ഒരു വിജ്ഞാനിയുടെ ദൃഷ്ടിയെ തുലനപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം തൻ്റെ അളവും തൂക്കവും ഒക്കെ ബ്രഹ്മലോകത്തിലെ അളവും തൂക്കമായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇവിടെ നല്ലപോലെ ശ്രദ്ധിച്ച് ഉപനിഷത്ത് പഠിച്ച ഒരാൾക്ക് സംശയം ഉണ്ടാവും. നല്ല ശ്രദ്ധിച്ചിട്ട്, ഈ ഭാഗം മാത്രമല്ല, കുറച്ച് മുമ്പ്, ഇത് 8-ാം അധ്യായമാണ്, 7-ാം അധ്യായത്തിൽ ഭൂമാവിദ്യ പഠിച്ചിട്ടുണ്ട്. ആ ഭൂമാവിദ്യയിൽ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് പഠിച്ച ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത് വിരുദ്ധാണല്ലോ എന്ന്. ആ ചോദ്യമാണ് എടുത്തത്. നനു കഥം ഏകഃ സൻ ന അന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സ ഭൂമ കാമാംശ്ച ബ്രാഹ്മലൗകികാൻ പശ്യൻ രമതേ ഇതി ച വിരുദ്ധം യഥാ ഏകഃ യസ്മിന്നേവ ക്ഷണേ പശ്യതി സ തസ്മിന്നേവ ക്ഷണേ ന പശ്യതി. നനു കഥം ഏകഃ സൻ ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സ ഭൂമാ കാമാംശ്ച ബ്രാഹ്മലൗകികാൻ പശ്യൻ രമതേ ഇതി ച വിരുദ്ധം യഥാ ഏകഃ യസ്മിന്നേവ ക്ഷണേ പശ്യതി സഹ തസ്മിന്നേവ ക്ഷണേ ന പശ്യതി. അപ്പോൾ 7-ാം അധ്യായത്തിൽ ഭൂമാവിദ്യ ഉപദേശിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എത്ര? നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സ ഭൂമാ. എവിടെ ഒരാൾ മറ്റൊന്നിനെ കാണുന്നില്ലയോ, മറ്റൊന്നിനെ കേൾക്കുന്നില്ലയോ, മറ്റൊന്നിനെ അറിയുന്നില്ലയോ, അതാണ് ഭൂമ എന്ന് പറഞ്ഞിട്ട് ആ ഭൂമാവാണ് സുഖം, അല്പമായതിൽ സുഖമില്ല എന്നുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് 7-ാം അധ്യായത്തിൽ. അപ്പം അവിടെ തന്നിൽ നിന്ന് ഭിന്നമായിട്ട് ഒരനുഭവം ഇല്ല എന്നാണ് അവിടെ ഉറപ്പിച്ചത്. ആരെ സംബന്ധിച്ച്? വിജ്ഞാനിയെ സംബന്ധിച്ച്. ഇവിടെ പറയണത് എന്താണ്? ഇവിടെ പറയണത് ബ്രാഹ്മലൗകികങ്ങളായ കാമങ്ങളെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 7-ാം അധ്യായത്തിൽ പറയുകയാണ് വേറൊന്നും കാണുന്നില്ല, അനുഭവിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയും. ഒന്നും കേൾക്കാനുമില്ല, കാണാനുമില്ല, അനുഭവിക്കാനുമില്ല. ഇവിടെ പറയുന്നു എല്ലാത്തിനെയും അനുഭവിക്കുന്നു. സ്ത്രീകൾ, യാനങ്ങൾ, ബ്രാഹ്മലൗകികങ്ങളായ അനുഭവങ്ങൾ എല്ലാം അനുഭവിക്കുന്നു എന്ന് ഇവിടെയും പറയണം. അപ്പോൾ രണ്ടും കൂടി വിരുദ്ധമല്ലേ? ഒരിടത്ത് പറയുക ഒന്നും അനുഭവിക്കണില്ല, അതാണ് സത്യം, അതാണ് ജ്ഞാനം. ഇപ്പോൾ പറയണു എല്ലാത്തിനും അനുഭവിക്കുന്നു, അതാണ് വിജ്ഞാനം. ഇതെങ്ങനെയാണ് ശരിയാവുക? വിരുദ്ധമല്ലേ? യഥാ ഒരു പ്രകാരം എന്ന് ചോദിച്ചാൽ ഒരാളൊരു ക്ഷണത്തിൽ പറയുകയാണ് അയാൾ കാണുന്നു, അതേ ക്ഷണത്തിൽ അയാൾ കൊണ്ട് പറയുകയാണ് അയാൾ കാണുന്നില്ല. ഇതെങ്ങനെ ശരിയാവുക? കാണുന്നു എന്നാണ്. എന്ത് കണ്ടു? എവിടെ ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, എല്ലാം കാണുന്നു. ഇതെങ്ങനെയാണ്? അത് വിരുദ്ധമല്ലേ? രണ്ടിലൊന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ പറയും ഇല്ലേ? സാധാരണ സംഭാഷണത്തിലാണെങ്കിൽ നമ്മൾ പറയും നീ രണ്ടിലൊന്ന് നിശ്ചയിക്കുക. അത് കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ പറഞ്ഞാൽ എന്താ? എല്ലാം കാണുന്നു, ഒന്നും കാണുന്നില്ല.
എല്ലാം അറിയുന്നു, ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ശരിയാവുക? ഇത് വിരുദ്ധമല്ലേ? ഇതിപ്പോൾ 7-ാം അധ്യായം പഠിക്കാത്തവർക്ക് ഈ പ്രശ്നം വരുന്നില്ല, 8-ാം അധ്യായം മാത്രം പഠിച്ചവർക്ക് ഈ പ്രശ്നം വരുന്നില്ല. 7-ാം അധ്യായം പഠിച്ചവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അത് വേണമല്ലോ, കാരണം 6-ാം അധ്യായം അപ്പോൾ കുറച്ച് നേരത്തെ ഘടിപ്പിച്ചു. തത്വമസി എന്നുള്ളത് 6-ാം അധ്യായത്തിൽ നിന്ന് ഘടിപ്പിച്ചതാണ്. അപ്പോൾ സിദ്ധാന്തി പറയാണ്, നൈഷദോഷ ശ്രുത്യന്തരേ പരിഹൃതത്വാത്. ഈ ദോഷമില്ല. എന്തുകൊണ്ട്? മറ്റൊരു ശ്രുതിയിൽ ഈ വിഷയം നല്ലപോലെ പരിഹരിച്ചിട്ടുണ്ട്. എന്താ പരിഹരിച്ചത്? അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അതെല്ലാം ഇപ്പം ഇന്ന് തന്നെ പറഞ്ഞാൽ അപ്പോൾ ശരിയാവും. അതടുത്ത പ്രാവശ്യം പറയാം. എങ്ങനെയാണ് ഈ ദോഷം മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് പറയുക ഒന്നും കാണുന്നില്ല, ഒന്നറിയാനില്ല, ആത്മഭിന്നമായിട്ടൊന്നുമില്ല പറയുക. മറ്റൊരു ഭാഗത്ത് പറയുക എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു എന്ന് പറയുക. ഇത് രണ്ടും വിരുദ്ധമല്ലേ എന്ന് ചോദ്യം. ഞങ്ങൾ ഉത്തരം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം ആപ്യായന്ത മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാമാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.